ഐസ് റെനയുടെ സമയം എത്തിയെന്നാണ് തോന്നുന്നത്. തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് റെന പൊട്ടിക്കരയുന്നത്. സംഭവം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചില്ലേ മസ്താനി കയറി വരുമ്പം ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടായിരിക്കും, ഇനിയോ ഒരുമിച്ചുള്ള കളികളായിരിക്കും എന്നൊക്കെ. കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. മസ്താനിയും റെനയും തമ്മിലായിരുന്നു ഇപ്പം പ്രശ്നം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, മസ്താനി ഇങ്ങനെ പറഞ്ഞു, മറ്റേ എന്നെ ആര്യൻ്റെയും ജിസയിലിൻ്റെയും ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് കണ്ടെന്ന് കേട്ടപ്പോൾ തൊട്ട് റെന പൊട്ടിക്കരയുമാണ്. എനിക്കെന്തോ മനസ്സിലായി, പുറത്തോട്ട് അതത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലായി. എനിക്ക് മസ്താനി ഇതോടെ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് നിന്നെ കയറ്റുന്നത്, അങ്ങനെയൊക്കെ കൂടെ പറഞ്ഞു. ഞാൻ കൂടെ കേട്ടപ്പം റെനയ്ക്ക് ശരിക്കും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, പൊട്ടിക്കരയുമായിരുന്നു. മുന്നേ വരെ നമ്മുടെ അനുമോളുടെ കരച്ചിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടൊരു തുടർച്ചയായി നമുക്ക് റെനേൻ്റെ കരച്ചിൽ കാണാം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.